വിടാമുയർച്ചി. അങ്ങനെ അജിത്തിൻ്റെ വിടാമുയർച്ചി കണ്ടു വന്നേക്കാണ്. ബ്രേക്ക് ആൻഡ് ഡ്രൈവിൻ്റെ ഒരു കുറച്ച്, അതായത് എനിക്ക് തന്നെ ഒരു പകുതി വരെ ആ ഒരു സിനിമയുടെ റീമേക്ക് വന്നത് കറക്റ്റ് അതുപോലെ നമുക്ക് തോന്നിക്കും. അതന്നെ സംഭവം. അതുകൊണ്ട് പക്ഷേ എടുത്തു വെച്ച രീതി അതൊക്കെ ഒന്ന് കാണാൻ നല്ല രസമുണ്ട്. അതായത് ഇങ്ങനെ ഇരുന്ന്, അതായത് അജിത്തിൻ്റെ സിനിമയിൽ നമുക്കറിയാമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും വെടി അങ്ങനത്തെ പുകയോ അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. പക്ഷേ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം, ഒരു ഇത് ഉണ്ടായിരുന്നു. സിനിമയുടെ ഇൻ്റർവ്യൂവിൽ വരെ കണ്ടിരിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. അത് നല്ല രസമായിട്ട് ഫൈറ്റും അതുപോലെ തന്നെ അജിത്തിൻ്റെ ലുക്കും ഒക്കെ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ലെന്നുള്ളൂ. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ അതായത് മടുപ്പ്, ഇറങ്ങി പോയാലോ എന്നേ വരെ തോന്നി. അതായത് ഒരു സുഖമില്ല. ഈ സംഭവം അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് ഈ ഒരു സിനിമേനെ പിടിച്ചിരുത്തണത്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഇങ്ങനെ പിടിച്ചിരുത്തപ്പോഴും ഏത് ഊളപ്പടമായാലും ആ ഒരു പടത്തിൻ്റെ ചില പടങ്ങളെ താങ്ങി നിർത്തുന്ന അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. പക്ഷെ അനിരുദ്ധ് ചെയ്ത് ഇപ്പോൾ മടുത്തു നമുക്ക്. അതായത് ഒരു വെറൈറ്റി ഇടണ്ടേ. ഈ എല്ലാ സിനിമയിലും ഒരേ രീതിയിലുള്ളൊക്കെ പോലെ നമുക്ക് തോന്നിക്കും. പ്രത്യേകിച്ച് ഈ സിനിമയിലും പിന്നല്ല ഒരു ക്ലാസ് സാധനം, അല്ലെങ്കിൽ എന്തോ ഒരു എനിക്ക് ഈ ഒരു സംഭവം ഇതിനകത്ത് ഈ ഒരു സിനിമയെ ശരിക്കും താങ്ങി നിർത്തുന്ന തന്നെ ഒരു മ്യൂസിക്കാണ്. പക്ഷെ നമുക്കെന്താവും, നമുക്ക് ശീലമായതുകൊണ്ട് ഇതൊരു മടുപ്പ് തോന്നിക്കും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും. ആ ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ എനിക്ക് അജിത്തിൻ്റെ പടങ്ങൾ കുറേ ഇഷ്ടവും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഫുൾ പുള്ളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഫുൾ വെടിവെപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. വില്ല വരെ എനിക്ക് വലിയതായിട്ട് ഇതൊന്നുമില്ല. എനിക്ക് അജിത്തിൻ്റെ പഴയ പടങ്ങളാണ് കൂടുതൽ എനിക്ക് താല്പര്യം. പഴയതൊക്കെ പിന്നെയും ഇഷ്ടം. പിന്നെ മങ്കാത്ത, വിശ്വാസമൊക്കെ എനിക്ക് തീരെ കാണാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത പടമാണ്. അതൊക്കെ കണ്ട ഒരവസ്ഥ. അപ്പോൾ ആ ഒരു സിനിമ, ഇപ്പോൾ ഈ സിനിമ എനിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ട്രെയിലറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ അജിത്തിൻ്റെ സിനിമകൾ നമുക്ക് സ്ഥിരം കാണുന്ന സംഭവങ്ങളാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അജിത്തിൻ്റെ സിനിമയിൽ എന്തൊക്കെ പറഞ്ഞാൽ ബൈക്ക്, കാറിൽ എന്തെങ്കിലും റേസിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് വലിയ സംഭവം, എനിക്ക് പുള്ളിയുടെ സിനിമയിൽ നിന്നൊക്കെ അറിയാം ഇതൊക്കെ സംഭവിക്കുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ഇൻ്റർവെല്ലൊക്കെ ഒരു ഇതുമില്ല. ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരായിരുന്നു. എനിക്കൊരു സുഖം തോന്നിയിട്ടുണ്ടായില്ല. സിനിമ ഫൈറ്റും കാര്യങ്ങളും അതൊക്കെ നല്ല രസം, ഇങ്ങനെ പോവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ സിനിമ വലിയ മോശമല്ല കേട്ടോ. അതായത് ഈ അടുത്തിറങ്ങിയ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും മോശമൊന്നുമല്ല. ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളൊരു ഇപ്പോൾ ടി വിയിൽ OTT ഒക്കെ വരികയാണെങ്കിൽ കണ്ടിരിക്കാം എന്നുള്ളൊരു സിനിമയാണ്. അത്രയും മോശമൊന്നുമല്ല. ഈ അടുത്തിറങ്ങിയ സിനിമയിൽ തുനിവ അതിൻ്റെ പോലും ഒന്നല്ല. അതിൻ്റെ പോലെ എന്താ ഇൻ്റർവ്യൂലാകുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര മടുപ്പൊക്കെ വരും. ഒന്നാമത് അജിത്തിന് മിക്ക സിനിമയിൽ ഈ പഴയ, അതായത് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഇല്ലേ, അയ്യോ നടന്ന സംഭവം അതൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അതുപോലെ തന്നെ ഈ തൃഷ വന്നു വരുന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ അഭിനയിക്കണം. ഒരു പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല സിനിമയിൽ ശരിക്കും. വെറുതെ ഇങ്ങനെ കാണാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അജിത്തിൻ്റെ പുള്ളിയുടെ ആക്ടിങ് എനിക്ക് ഇപ്പോൾ തുനിവിൽ തന്നെ പുള്ളി ഇമോഷണലൊക്കെ, അതുപോലെ തന്നെ കരയുക, അതുപോലെ തന്നെ പുള്ളി അങ്ങോട്ട് ഇതാവണില്ല. അതായത് പെട്ടെന്ന് തീർക്കാന്നുള്ള സംഭവം പോലെ കരച്ചാൽ ഇങ്ങനെ കരഞ്ഞാൽ മതി. ആക്ഷൻ സീൻസ് വരുമ്പോൾ പുള്ളി ഇതാവാന്നൊക്കെ. അല്ലെങ്കിൽ അജിത്ത് ചെയ്യണ, അതായത് പുള്ളിക്ക് മാസം അങ്ങനത്തെ ഒക്കെ കൊടുത്തൊക്കെയാണ് പുള്ളി അത് അങ്ങനെ ചെയ്ത് വയ്ക്കും. പുള്ളിക്ക് നല്ലോണം വില്ലൻ ക്യാരക്ടർ നല്ലോണം ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരു നായകനെ എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡിന് വേണ്ടിയുള്ള സിനിമയ്ക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയൊന്നും അജിത്തിനോട് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു നോർമൽ പടമൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ പുള്ളിയോട് പറ്റുള്ളൂ. അതായത് നമുക്ക് ഒരു ഇത് തോന്നിക്കുന്നില്ല പുള്ളിയുടെ സിനിമ. അതായത് പുള്ളിയുടെ ആക്ടിങ് മൊത്തത്തിൽ എന്തോ ഒരു മടുപ്പ് തോന്നിക്കുന്ന സിനിമ. എനിക്ക് സിനിമ ഫുൾ നെഗറ്റീവ് പറയാനും പറ്റൂല. പിന്നെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലാണ്ട് എടുത്ത് പറയാനുള്ളതൊന്നുമില്ല. ഒരു ഇൻ്റർവെല്ലൊക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒന്നുമില്ല, വേഗം തീർന്നു. നമുക്കൊരു സിനിമ കണ്ടുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എന്തെങ്കിലും നിൽക്കുകയാണതില്ല, അതില്ല ശരിക്കും പറഞ്ഞാൽ. എന്തോ കണ്ടു പോകുന്ന ഒരവസ്ഥ, അത്രയേ ഉള്ളൂ. ഇൻ്റർവെൽ വെച്ച് ഇറങ്ങി പോകുന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ നിന്നാണ്. ഇത് ആ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഓർമ്മയിൽ നിൽക്കണില്ല.
എന്നാലും നിങ്ങൾക്ക് ഒരു തവണ ഒക്കെ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. ഇത് കണ്ടുവെന്ന് വെച്ചിട്ട് പുഷ്പയൊക്കെ പോയി കണ്ടവർക്കൊക്കെ ഇതൊക്കെ കണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒന്നും കാശൊന്നും പോകുന്നൊന്നുമില്ല. പുഷ്പയൊക്കെ നിങ്ങൾ പോയി കണ്ടില്ലേ? പുഷ്പ കണ്ട അവസ്ഥ അറിയാലോ. പുഷ്പ എത്ര സിനിമ കഴിഞ്ഞ വർഷം എത്ര ഊളപ്പടങ്ങൾ ഇറങ്ങി, അതൊക്കെ കണ്ട അവസ്ഥ ഇതിനൊന്നുമില്ല. പോയി കാണാം. ഗെയിം ചേഞ്ചറൊക്കെ കണ്ടില്ലേ ചിലവർക്ക്? അങ്ങനെയൊന്നുമില്ല. ഇത് കാണാനേ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് പോയി നിങ്ങൾ കണ്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. അതായത് പിന്നെ നിങ്ങൾക്ക് അജിത്തിൻ്റെ സിനിമ എങ്ങനെയാണെന്ന് അറിയാമെന്നൊരു ചിന്തപാടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇതിനകത്ത്, അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ബൈ. പിന്നെ